നന്നായിട്ട് വെയിൽ ഇഷ്ടമുള്ള പ്ലാന്റാണ് ലോറോ പെറ്റാലം പ്ലാന്റ്. പെറ്റാലം പ്ലാന്റ്സിൻ്റെ തൈയാണ് കേട്ടോ ഇത്. അപ്പോൾ ലോറോ പെറ്റാലം പ്ലാന്റ്സിൻ്റെ പൂക്കൾക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല പൂക്കളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലല്ല കേട്ടോ പൂക്കൾ, ഇതിലുണ്ടായിട്ടില്ല. ഇത് കുഞ്ഞ് തൈയാണ്. അപ്പോൾ കുറച്ചൊരു വലിയൊരു മരമാകുന്ന ചെടിയാണ് നമ്മുടെ ലോറോ പെറ്റാലം ചെടി. പൂക്കളില്ലെങ്കിലും ഇതൊരു ലീഫ് പ്ലാന്റ് ആയിട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. ഇലച്ചെടിയായിട്ട് നല്ല കളർഫുൾ ഇല ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു തണലത്താണ് വെച്ചത്. കുഞ്ഞ് തൈ ആയതുകൊണ്ട് നല്ല വെയിലത്തേക്ക് വെക്കുമ്പോൾ നല്ലൊരു പർപ്പിൾ കളറ്, നല്ല ഭംഗിയായിട്ടുള്ള ലീഫായിരിക്കും കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ വിത്ത് പാകിയും തൈകൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റെമ്മാണ് ഏറ്റവും ബെറ്റർ തൈ ഉണ്ടാക്കാൻ. പക്ഷേ പെട്ടെന്ന് വലുതായി വരും. അപ്പോൾ ലോറോ പെറ്റാലത്തിൻ്റെ പൂക്കളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കാണാത്തൊരു കണ്ടോളി. ഇതാണ് പൂക്കൾ, നോക്കി കണ്ടില്ലേ? ഈ ഒരു കളറിലാണ് ലോറോ പെറ്റാലത്തിൻ്റെ കുറച്ച് മദർ പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ പൂക്കൾ നല്ലൊരു റെഡ് കളറായിട്ട് ഇങ്ങനെ റിബൺ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് റിബൺ ഇങ്ങനെ കെട്ടിയ പോലത്തെ പൂക്കളാട്ടോ ഇതിലുള്ളത്. നല്ല ഭംഗിയില്ലേ? ഇവിടെ വലിയൊരു ചട്ടിയിലാണ് ഇത് നട്ടിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ടോ പൂക്കൾ? എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലോറോ പെറ്റാലത്തിൽ